ഒരു മനുഷ്യനെ, നന്മ ചെയ്തൊരു മനുഷ്യനെ തിന്മയുള്ളയാളാക്കാൻ, മോഷ്ടാവാക്കാൻ ആര് പറഞ്ഞിട്ട് ആരുടെ കൊട്ടേഷനിലാണെങ്കിലും ശബ്ദിച്ചാൽ അത് നരകാഗ്നിക്ക് തുല്യമായ പ്രവൃത്തിയാണ്. അതാണ് ഈ ഡോക്ടർ ജബ്ബാറും സുനിൽകുമാറും ചെയ്തത്. അവരന്വേഷിക്കണം, അവർ കണ്ടെത്തണം, അവർക്ക് പറയണം വസ്തുത. ഒടുവിൽ തെളിവ് പുറത്തു വന്നു. ഈ ആശുപത്രിയിൽ നിന്നും മറ്റു 3 ഉപകരണങ്ങൾ നന്നാക്കാൻ വേണ്ടി കൊച്ചിക്ക് അയക്കുന്നു. അവിടെ നന്നാക്കാൻ ചെന്നപ്പോൾ ഒരു ഉപകരണം നന്നാക്കാൻ 2 ലക്ഷം രൂപ, അങ്ങനെ 6 ലക്ഷം രൂപ ആരുടെ കയ്യിൽ നിന്ന് പണം എടുത്തു കൊടുക്കും? ശസ്ത്രക്രിയ ഉപകരണങ്ങൾ തന്റെ ശമ്പളത്തിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ഈ 6 ലക്ഷം രൂപ പോക്കറ്റിൽ എടുത്തു കൊടുക്കുക. കാശില്ല, തിരിച്ചയക്കാൻ പറഞ്ഞു. ആ തിരിച്ചയച്ചത് ഇവിടെ കൊണ്ട് വെച്ചത് പുതിയ സാധനം വാങ്ങിയാണെന്ന് പറഞ്ഞു നുണ പറഞ്ഞിറങ്ങി. ഇത് സത്യമാണെന്ന് അറിയാതൊന്നുമല്ല ജബ്ബാറും സുനിൽകുമാറും ഈ വൃത്തികേടിന് ഇറങ്ങി പുറപ്പെട്ടത്. മുകളിൽ നിന്ന് വീണ ജോർജ് മാനം രക്ഷിക്കാൻ വേണ്ടി ഉത്തരവ് കൊടുത്തപ്പോൾ ആ ഉത്തരവ് പാലിക്കാൻ നിർബന്ധിതനായതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, വീണേ നിങ്ങൾ വളഞ്ഞ വഴിയിലൂടെ മന്ത്രിയായി. എനിക്ക് വലിയ വിഷമമുണ്ട്. വീണ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് നല്ല ബന്ധമുണ്ടായിരുന്ന ആളാണ് ഞാൻ. വീണയ്ക്ക് സീറ്റ് കിട്ടിയപ്പോൾ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരൊക്കെ അസൂയ കൊണ്ട് പൊളഞ്ഞപ്പോൾ വീണയ്ക്ക് സീറ്റ് കൊടുക്കേണ്ട പ്രസക്തിയെക്കുറിച്ച് വാർത്ത ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. വീണ ജയിക്കണമെന്ന് പറഞ്ഞ അന്ന് ഒരു മാധ്യമമേ 2016 നിലപാടെടുത്തുള്ളത് മറുനാടനായിരുന്നു. സങ്കടം കൊണ്ട് പറയുക, ഈ ഡോക്ടർ ഹാരിസിനെ വേദനിപ്പിച്ചവർക്ക് ഒരു മാപ്പുമില്ല, മാപ്പിന് യോഗ്യത അവർക്കില്ല. കാരണം ഇത്രയും പച്ച കള്ളം ഒരു മനുഷ്യന്റെ പുറത്ത് കെട്ടിവെച്ചിട്ട് അയാളെ അപമാനിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ഡോക്ടർ ഹാരിസിനോട് എനിക്ക് പറയാനുള്ളത്, ദയവായി സൂക്ഷിക്കുക. കണ്ണിൽ ചോരയില്ലാത്ത വർഗമാണ് ചുറ്റുമുള്ളത്. PIM എന്ന് പറഞ്ഞ പാർട്ടിയും അതിന്റെ നേതാക്കളും ഈ മ്ലേച്ഛന്മാരുടെ കൂടി മന്ത്രി വീണയും ഒക്കെ എന്തും ചെയ്യും. അവരുടെ മുമ്പിൽ 2 വഴികളുണ്ട്. ഈ 2 വഴികളും ഡോക്ടർ ഹാരിസിന്റെ മുമ്പിൽ ഭയമുണർത്തുന്ന തരത്തിൽ നിൽപ്പുണ്ട് എന്ന് മറക്കരുത്. ഒന്ന്, TP ചന്ദ്രശേഖരന്റെ അനുഭവമാണ്. 51 തവണ വെട്ടി മാഷാ അല്ലാ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ള മരണം. സൂക്ഷിക്കണം, അവരെന്തും ചെയ്യും. അതൊരുപക്ഷെ അപകടമായാവും വരുന്നത്. കാരണം പ്രത്യേകിച്ച് അങ്ങ് യാത്ര ചെയ്യുന്നത് ബൈക്കിലാണ്. സൂക്ഷിക്കണം, എന്തും ചെയ്യും. എന്നിട്ട് അപകടമാണ് എന്ന് പറയാൻ പോലീസ് സംഘത്തെ അവർ ഉപയോഗിക്കും. മറക്കരുത്, മെഡിക്കൽ കോളേജ് ഡോക്ടർമാർക്ക്, മുതിർന്ന ഡോക്ടർമാർക്ക്, അങ്ങയുടെ സഹപ്രവർത്തകർക്ക് അങ്ങേ വഞ്ചിക്കാൻ, കൂട്ടുനിൽക്കാൻ ധൈര്യമുണ്ടെങ്കിൽ അങ്ങും അവരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. പക്ഷെ അവർ നിർബന്ധിതരായി അങ്ങനെ ചെയ്യിപ്പിക്കാനുള്ള ശേഷി അവർക്കുണ്ടെങ്കിൽ കൊടിസുനിമാരെ ജയിലിൽ നിന്ന് പുറത്തിറക്കി കൃത്യം നിർവഹിച്ചതിന് ശേഷം അത് അപകടമാണ് എന്ന് വരുത്തി തീർക്കാൻ പോലീസിനെ ഉപയോഗിക്കാൻ ഒരു മടിയുമില്ല. 2, അവർക്ക് കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു പുതുവഴി അവർ ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ അനുഭവം ഓർക്കുക. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തത് കൊണ്ട് ഒരു പ്രശാന്തനെ ഇറക്കി, ഒരു PP ദിവ്യയെ ഇറക്കി അയാളെ തീർത്തു. എങ്ങനെ തീർത്തു? ആർക്കും സംശയം തോന്നാത്ത തരത്തിൽ തീർത്തു. അത് ഇവർ ഡോക്ടർ ഹാരിസിനോടും ചെയ്യും. സമ്മർദ്ദത്തിന്റെ പരമാവധി നൽകുക, അഴിമതിക്കാരൻ എന്ന് പേരുദോഷമുണ്ടാക്കുക, എന്നിട്ട് പോയി തൂങ്ങിച്ചാവട എന്ന് പറഞ്ഞ് ഒഴിയും. ഈ 2 വഴികളാണ് ഹാരിസിന് മുമ്പിലുള്ളത്. കരുതലോടെ, ജാഗ്രതയോടെ ഇരിക്കുക. ഇതിൽ പെട്ടുപോയാൽ പിന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല. സ്വപ്നങ്ങളൊക്കെ ശിഥിലമാകും എന്ന് മറക്കരുത്.